നമസ്കാരം. സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചിരിയും ചിന്തയും ബാക്കിയാക്കി കഥാനായകൻ മടങ്ങി. അനശ്വര പ്രതിഭ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ കൊച്ചി കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടത്തി. പ്രിയ നായകന് അന്ത്യാഞ്ജലി അർപ്പിച്ച മലയാള മനസ്സ്. ചിതയിൽ പേനയും പേപ്പറും സമർപ്പിച്ച് സത്യൻ അന്തിക്കാട്. വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ച് തമിഴ് നടൻ സൂര്യയും. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി പുതിയ ഭരണാധികാരികൾ. കോർപ്പറേഷൻ, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മേയർ, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് 26-ന്, പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന്. തിരുവനന്തപുരത്തും കൊച്ചിയിലും മേയറിൽ തീരുമാനമായില്ല. റെയിൽവേ യാത്രാ നിരക്കിൽ മാറ്റം. ഓർഡിനറി ക്ലാസുകളിൽ 215 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രകൾക്ക് കിലോമീറ്ററിന് 1 പൈസ കൂട്ടി. സ്ലീപ്പർ AC ക്ലാസുകൾക്ക് 2 പൈസ വർദ്ധിക്കും. വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ. റെയിൽവേ പ്രതീക്ഷിക്കുന്നത് അധിക വരുമാനം. പുതിയ നിരക്ക് സാധാരണക്കാരെ ബാധിക്കില്ല. PBG റാംജി ബില്ലിന് അംഗീകാരം. 125 തൊഴിൽ ദിനം ഉറപ്പു നൽകുന്ന പുതിയ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ചു. തിരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയതിനു ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ സംഭാവനയുടെ കണക്ക് പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ട്രസ്റ്റുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി ലഭിച്ചത് 3811 കോടി രൂപ. BJPക്ക് മാത്രം ലഭിച്ചത് 3112 കോടി. കോൺഗ്രസിന് ലഭിച്ചത് 299 കോടി രൂപയെന്നും കണക്കുകൾ. വയനാട് പുൽപ്പള്ളിയിൽ കടുവ ആക്രമണത്തിൽ മരിച്ച ആദിവാസി വയോധികന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. തീരുമാനം ധനസഹായം അടിയന്തരമായി നൽകുമെന്ന ADMന്റെ ഉറപ്പിനു പിന്നാലെ സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിക്കാനുള്ള ഇടപെടൽ നടത്തും. ജോലി നൽകുന്നതിൽ റിപ്പോർട്ട് നൽകാൻ DFOയോട് ആവശ്യപ്പെട്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. നരഭോജി കടുവയെ പിടികൂടാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചുവെന്നും മന്ത്രി. അണ്ടർ-19 ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് വൻ തോൽവി. പാകിസ്ഥാന് കിരീടം. ഇന്ത്യയുടെ പരാജയം 191 റൺസിന്. ആഷസ് നിലനിർത്തി ഓസ്ട്രേലിയ. ശ്രീനിവാസന് വിട ചൊല്ലി സാംസ്കാരിക കേരളം. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഉദയം പേരൂർ കണ്ടനാട്ടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ചിതയിൽ എരിയും മുൻപ് പ്രിയപ്പെട്ട ശ്രീനിക്ക് സത്യൻ അന്തിക്കാട് പേപ്പറും പേനയും സമർപ്പിച്ചു. ഏറെ വികാരനിർഭരമായിരുന്നു ശ്രീനിക്ക് പ്രിയപ്പെട്ടവരുടെ വിട ചൊല്ലൽ. ശനിയാഴ്ച രാവിലെ ശ്രീനിവാസൻ എന്ന മലയാള സിനിമാ ലോകത്തെ അതുല്യ പ്രതിഭയുടെ നിര്യാണം സംഭവിച്ചതു മുതൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആളുകളുടെ പ്രവാഹമായിരുന്നു. ഉദയംപേരൂർ കണ്ടനാട്ടെ അദ്ദേഹത്തിന്റെ വസതിയിലേക്കും എറണാകുളം ടൗൺ ഹാളിലേക്കും ജനം ഒഴുകിയെത്തി. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സിനിമാ മേഖലകളിലെ നിരവധി പ്രമുഖർ നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെ 10-ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുവാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിയവരുടെ നിര നീണ്ടുപോയതിനാൽ സംസ്കാര ചടങ്ങുകൾ വൈകിയാണ് ആരംഭിച്ചത്. ഒടുവിൽ 11:30-യോടെ ആ അനശ്വര കലാകാരന്റെ ഭൗതികദേഹം ചിതയിലേക്കെടുക്കുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർ കണ്ണീരടക്കി ഉള്ളിൽ വിട ചൊല്ലി. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന സന്ദേശം എഴുതിയ പേപ്പറും പേനയും തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ചിതയിലേക്ക് സംവിധായകൻ സത്യൻ അന്തിക്കാട് സമർപ്പിച്ചു. തുടർന്ന് മക്കളായ വിനീതും ധ്യാനും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. നടന്മാരായ മുകേഷ്, ദിലീപ്, ടിനി ടോം, രഞ്ജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ, മന്ത്രി P പ്രസാദ്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങി നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, കോൺഗ്രസ് അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സംവിധായകരായ രാജസേനൻ, ഫാസിൽ, ബ്ലസി, റോഷൻ ആൻഡ്രൂസ്, നടന്മാരായ ജഗദീഷ്, പൃഥ്വിരാജ്, ലാൽ, കുഞ്ചൻ, ഇന്ദ്രൻസ്, വിനീത്, ബാബു നമ്പൂതിരി, തമിഴ്നടൻ സൂര്യ, നടിമാരായ പാർവതി തിരുവോത്ത്, നമിത പ്രമോദ്,
അൻസിബ ഹസൻ, അമ്മ ഫെഫ്ക സംഘടനകളുടെ ഭാരവാഹികൾ തുടങ്ങിയവരും ശ്രീനിവാസന് ഇന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. സംസ്കാര ചടങ്ങുകൾ കഴിയുന്നതുവരെ കാത്തുനിന്ന വൻ ജനാവലി മലയാളികൾക്ക് ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരനോടുള്ള സ്നേഹത്തിൻ്റെ തെളിവായി. കഥ പറയുവാൻ ഇനി ശ്രീനിവാസനില്ല. എന്നാൽ അദ്ദേഹം എഴുതിയ കഥകളും തിരക്കഥകളും അവതരിപ്പിച്ച കഥാപാത്രങ്ങളും മലയാളി പ്രേക്ഷക മനസ്സുകളിൽ അനശ്വരങ്ങളായി നിലനിൽക്കുക തന്നെ ചെയ്യും. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം നഗരത്തിന് ഇനി പുതിയ ഭരണസമിതി. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയ BJP ആഘോഷമാക്കിയാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പാളയം പള്ളിയും സന്ദർശിച്ചതിന് ശേഷമായിരുന്നു BJP അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം BJP പ്രവർത്തകർ ഗണഗീതം പാടിയതിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചു. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് 26-ന് നടക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച മുതിർന്ന അംഗം കോൺഗ്രസിന്റെ ക്ലീറ്റസാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. BJP കൗൺസിലർ VV രാജേഷ്, R ശ്രീലേഖ അടക്കമുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്തു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പാളയം പള്ളിയും സന്ദർശിച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കും ശേഷമാണ് BJP അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. മുദ്രാവാക്യം മുഴക്കിയാണ് BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയെ പ്രവർത്തകർ വരവേറ്റത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട R ശ്രീലേഖ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭരണഘടന കയ്യിലേന്തിയാണ് കവടിയാർ കൗൺസിലർ KS ശബരിനാഥനും മറ്റ് കോൺഗ്രസ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തത്. അഡ്വക്കേറ്റ് KS ശബരിനാഥൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായുള്ള വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ. വൈഷ്ണ സുരേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും. LDF അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വാഗതം ചെയ്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം BJP പ്രവർത്തകർ ഗണഗീതവും പാടി. BJP കൗൺസിലർമാർ ഗണഗീതം പാടിയതിനെ CPM കൗൺസിലർ അഡ്വക്കേറ്റ് SP ദീപക് വിമർശിച്ചു. കൗൺസിൽ ഹാളിൽ ഈ പറയുന്ന സത്യപ്രതിജ്ഞ നടക്കുന്ന അധികാരത്തിലിരിക്കുന്ന ഹാളിനകത്ത് തന്നെ കയറിയിരുന്ന് ഗണഗീതം പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSും BJP ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തുടക്കം തന്നെ വർഗീയവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെത്തി എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് 26-ന് നടക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നു. സംസ്ഥാനത്താകെ 23,573 അംഗങ്ങൾ സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. അതത് ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലായിരുന്നു ചടങ്ങുകൾ ക്രമീകരിച്ചത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നേതാക്കളും ജനപ്രതിനിധികളും അടങ്ങിയ വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടർ അനുകുമാരി മുതിർന്ന അംഗം മുരളിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 27 ഡിവിഷനുകളെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ അധികാരമേറ്റു. തുടർന്ന് ആദ്യ ഭരണസമിതി യോഗവും ചേർന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ ഈ മാസം അവസാനത്തോടെ തിരഞ്ഞെടുക്കും. കൊല്ലം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. QAC മൈതാനിയിൽ പ്രത്യേകമായി ഒരുക്കിയ വേദിയിലായിരുന്നു കൊല്ലം കോർപ്പറേഷനിലെ 56 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നത്. ഇടതുകോട്ടയാണ് കൊല്ലം എന്ന ചരിത്രം തിരുത്തിക്കുറിച്ചായിരുന്നു ഇത്തവണ UDF കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. 56 അംഗ കൊല്ലം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. തങ്കശ്ശേരി ഡിവിഷനിൽ നിന്നും കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം കരുമാലിൽ ഉദയ സുകുമാരന് കളക്ടർ ദേവദാസ് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഡിവിഷൻ ക്രമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയ അംഗങ്ങൾക്ക് ഉദയ സുകുമാരൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 3 മുന്നണികളും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രകടനവുമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത്. 25 വർഷം തുടർച്ചയായി ഇടതുപക്ഷം ഭരിച്ച കോർപ്പറേഷനിൽ LDFന്റെ കുത്തക സീറ്റുകളടക്കം പിടിച്ചടക്കിയായിരുന്നു UDFന്റെ ചരിത്ര വിജയം. കാൽനൂറ്റാണ്ടിന്റെ ഇടതു തുടർഭരണം അവസാനിപ്പിച്ച കൊല്ലം കോർപ്പറേഷൻ UDF പിടിച്ചെടുത്തപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയിലധികം നേട്ടമുണ്ടാക്കാൻ ഇത്തവണ UDFന് കഴിഞ്ഞു. 56 വാർഡുകളുള്ള കൊല്ലം കോർപ്പറേഷനിൽ UDF പിടിച്ചെടുത്തത് 27 വാർഡുകൾ. കഴിഞ്ഞ തവണ 10 സീറ്റുകൾ മാത്രമുണ്ടായിരുന്നിടത്താണ് UDF ഇത്തവണ മുന്നേറിയത്. കഴിഞ്ഞ തവണത്തെ 38 സീറ്റുകളിൽ നിന്നും LDF പകുതിയിൽ താഴെ സീറ്റുകളിലേക്ക് നിലംപതിച്ചു. LDFന് നേടാനായത് 16 കൗൺസിലർമാരെ മാത്രം. ഇടതിന്റെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ തോൽപ്പിച്ച് BJPയും നേട്ടമുണ്ടാക്കി. 6-ൽ നിന്നും 12-ലേക്ക് BJPയും മുന്നേറി. കൊല്ലം കോർപ്പറേഷനിൽ UDF 27, LDF 16, NDA 12, SDPI 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇത്തവണ കൊല്ലം കോർപ്പറേഷനിലേക്ക് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും 27 അംഗങ്ങളുള്ള UDF AK ഹഫീസിനെയാണ് മേയറായി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ മാസം 26-ന് മേയർ, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുക്കും.
സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ആദ്യ കൗൺസിൽ യോഗം കൊല്ലം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടന്നു. അമൃത ന്യൂസ്, കൊല്ലം. മേയർ ആരാകുമെന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കൊച്ചി കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക മുതിർന്ന അംഗമായ നിർമ്മല ടീച്ചർക്ക് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം ബാക്കിയുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. UDF 46, LDF 22, BJP 6, സ്വതന്ത്രനും കോൺഗ്രസ് വിമതനും അടക്കം 2 പേർ എന്നിങ്ങനെയാണ് കോർപ്പറേഷനിലെ കക്ഷിനില. മേയർ സ്ഥാനത്തേക്ക് വനിതാ സംവരണമാണ്. ദീപ്തി മേരി വർഗീസ്, മിനിമോൾ, ഷൈനി മാത്യു എന്നിവരാണ് മേയർ സാധ്യതാ പട്ടികയിലുള്ളത്. മുസ്ലിം ലീഗ് ഡെപ്യൂട്ടി മേയർ പദവിക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. 26-ാം തീയതി മേയർ, ഡെപ്യൂട്ടി മേയർ എന്നിവരെ തീരുമാനിക്കും. തൃശൂർ, കൊച്ചി കോർപ്പറേഷനുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കോർപ്പറേഷൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം ML റോസിക്ക് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊച്ചിയിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക മുതിർന്ന അംഗമായ നിർമ്മല ടീച്ചർക്ക് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലാലി ജെയിംസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് തൃശൂർ മേയർ സ്ഥാനത്തേക്ക് പ്രതീക്ഷയർപ്പിക്കുന്ന ലാലി ജെയിംസിന്റെ സത്യപ്രതിജ്ഞയാണ് ഏവരും ഉറ്റുനോക്കിയത്. ആകെ 56 അംഗങ്ങളാണ് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലുള്ളത്. കോർപ്പറേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കോർപ്പറേഷൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം ML റോസിക്ക് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം ബാക്കിയുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, P ബാലചന്ദ്രൻ MLA, മുൻ മേയർമാർ, മുൻ കൗൺസിലർമാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേഷൻ കൗൺസിലർമാരുടെ പ്രഥമ യോഗം മുതിർന്ന കൗൺസിലറായ ML റോസിയുടെ അധ്യക്ഷതയിൽ കോർപ്പറേഷൻ ഹാളിൽ ചേർന്നു. മേയർ ആരാകും എന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കൊച്ചി കോർപ്പറേഷനിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക മുതിർന്ന അംഗമായ നിർമ്മല ടീച്ചർക്ക് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. UDF 46, LDF 22, BJP 6, സ്വതന്ത്രനും കോൺഗ്രസ് വിമതനുമടക്കം 2 പേർ എന്നിങ്ങനെയാണ് കോർപ്പറേഷനിലെ കക്ഷിനില. മേയർ സ്ഥാനത്തേക്ക് വനിതാ സംവരണമാണ്. ദീപ്തി മേരി വർഗീസ്, മിനിമോൾ, ഷൈനി മാത്യു എന്നിവരാണ് മേയർ സാധ്യതാ പട്ടികയിലുള്ളത്. മുസ്ലിം ലീഗ് ഡെപ്യൂട്ടി മേയർ പദവിക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. 26-ാം തീയതി മേയർ, ഡെപ്യൂട്ടി മേയർ എന്നിവരെ തീരുമാനിക്കും. അമൃത ന്യൂസ്, തൃശൂർ. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 35-ാം ഡിവിഷനായ മാങ്കാവിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട UDF അംഗം മനക്കൽ ശശിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത്. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്നുള്ള 75 അംഗങ്ങൾക്ക് മനക്കൽ ശശി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും മഹബൂബ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ, BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു, MK മുനീർ MLA, MK രാഘവൻ MP, KM ഷാജി തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുതിർന്ന അംഗമായ KP മുഹമ്മദൻസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റ് അംഗങ്ങൾക്ക് KP മുഹമ്മദൻസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് നടത്തിയ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ MPമാരായ MK രാഘവൻ, ഷാഫി പറമ്പിൽ, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഗവാസ്, DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കോഴിക്കോട്ടെ കോൺഗ്രസിൽ തമ്മിലടി. കോർപ്പറേഷനിലെ പാളയം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയമാണ് പ്രാദേശിക പ്രശ്നങ്ങൾക്ക് കാരണം. 73 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി അൻവറ തെക്കോത്ത് പരാജയപ്പെട്ടത്. 1273 വോട്ടുകൾ നേടി LDFന്റെ അഡ്വക്കേറ്റ് സാറ ജാഫറാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ പാളയം വാർഡിൽ വിജയിച്ചത്. ജയം കണക്കുകൂട്ടിയിരുന്ന പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന് ഇത് വലിയ തിരിച്ചടിയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കമുള്ള തർക്കങ്ങൾ, പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളാണ് UDF സ്ഥാനാർത്ഥി അൻവറ തെക്കേടത്തിന്റെ പരാജയത്തിനു കാരണമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുടെ വാട്സപ്പ് ഓഡിയോ സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പുതിയറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ തല്ലിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നടക്കമുള്ള സന്ദേശങ്ങളാണ് പുറത്തു വന്നത്. ഏതെങ്കിലും 4 ചേടകൾ പറയണത് കേട്ടിട്ട് പുതിയറ മണ്ഡലം പ്രസിഡന്റിനെ തല്ലാനൊക്കെ ഇങ്ങോട്ട് പോന്നിക്കണമെങ്കിൽ പ്രസിഡന്റിന്റെ അടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ, തുടരണം എന്നുണ്ടെങ്കിൽ കുറെ എണ്ണത്തിനെ തല്ലി തോപ്പിക്കേണ്ടി വരും. അതിന് താക്കത്തുണ്ട മാത്രം കാക്കന്റെ മോനെ ഇറങ്ങിയാൽ മതി കേട്ടോ. ഏതെങ്കിലും 4 ചേടകളെ വർത്താനം പറഞ്ഞു കേട്ടിട്ട് അതിനിങ്ങോട്ട് പോരണ്ട. പഴയ ഫോമൊന്നല്ല, മനസ്സിലാക്കിക്കൊണ്ടിട്ടോ. ജനങ്ങളിലേക്ക് ഇറങ്ങാതെ, വെള്ളയും ചുളിയാതെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി മാത്രം പ്രചരണം നടത്തിയാൽ ഇതാകും അവസ്ഥയെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.
തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യവരണാധികാരി ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് മുതിർന്ന അംഗം ഷീല സ്റ്റീഫന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് അംഗങ്ങളുടെ ആദ്യ യോഗം ചേർന്നു. ഈ മാസം 27 നടക്കുന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കും. UDF-ഉം LDF-ഉം തുല്യനില കൈവരിച്ച കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. വിമതന്റെ പിന്തുണയിൽ ഭരണത്തിലേറാമെന്ന് DCC കണക്കുകൂട്ടുന്നു. എങ്കിലും പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് തലവേദനയാകുകയാണ്. കോൺഗ്രസ് തിരിച്ചെടുത്തില്ല എങ്കിൽ ഇടതായാലും വലതായാലും തന്നെ സമീപിക്കുന്നവർക്ക് പിന്തുണ നൽകുമെന്നാണ് കോൺഗ്രസ് വിമത സ്വതന്ത്രൻ ജിതിൻ പല്ലാട്ടിന്റെ പ്രതികരണം. ഇതോടെയാണ് പ്രസിഡന്റ് സ്ഥാനം അനിശ്ചിതത്വത്തിലായത്. അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജിതിൻ മാത്യു പല്ലാട്ട് എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷം കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും കൂടിയും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കം നേരത്തെ തുടങ്ങാൻ UDF. നാളെ കൊച്ചിയിൽ മുന്നണി യോഗം ചേരും. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയവും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കേണ്ട രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്യും. നിയമസഭാ മണ്ഡലങ്ങളെ 3 തരംതിരിച്ച് തിരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കാനാണ് മുന്നണിയുടെ തീരുമാനം. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയം നൽകിയ ഊർജ്ജത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നേരത്തെ തന്നെ ഒരുങ്ങുകയാണ് UDF. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ആദ്യ യോഗമാണ് നാളെ നടക്കാനിരിക്കുന്നത്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും വൈകുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ഇത്തരം നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ മുന്നണി തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം നിയമസഭയിലും ആവർത്തിക്കാനായി നേരത്തെ പ്രചാരണ രംഗത്ത് സജീവമാകാനാണ് മുന്നണി ഒരുങ്ങുന്നത്. നിയമസഭാ മണ്ഡലങ്ങളെ 3 തരംതിരിച്ച് പ്രത്യേക തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനാണ് UDF-ന്റെ പദ്ധതി. വിജയം ഉറപ്പുള്ള സീറ്റുകൾ, പിടിച്ചെടുക്കാൻ സാധിക്കുന്ന സീറ്റുകൾ, വിജയസാധ്യത കുറഞ്ഞ സീറ്റുകൾ എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒരു മണ്ഡലത്തെയും അവഗണിക്കാതെയായിരിക്കും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുക. വിജയസാധ്യത കണക്കിലെടുത്ത് പ്രമുഖരെ അടക്കം രംഗത്തിറക്കി കളം പിടിക്കാനാണ് മുന്നണിയുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോക കേരള സഭ 5ാം പതിപ്പ് ജനുവരിയിൽ നടത്താൻ സർക്കാർ തീരുമാനം. ജനുവരി 29, 30, 31 തീയതികളിൽ തിരുവനന്തപുരത്താണ് ലോക കേരള സഭ സമ്മേളിക്കുക. 29-ന് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ലോക കേരള സഭ ധൂർത്താണെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടയിലാണ് വീണ്ടും പരിപാടിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. ജനുവരി 29, 30, 31 തീയതികളിൽ ലോക കേരള സഭ സംഘടിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. 29-ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി 5ാം പതിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 30, 31 തീയതികളിൽ നിയമസഭ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് സമ്മേളന പരിപാടികൾ. 2ാം പിണറായി സർക്കാരിന്റെ കാലത്തെ അവസാന ലോക കേരള സഭയാണിത്. പ്രതിപക്ഷ എതിർപ്പോടെയാണ് കഴിഞ്ഞ 4 ലോക കേരള സഭാ സമ്മേളനങ്ങളും സർക്കാർ നടത്തിയത്. നിയമസഭാ സമ്മേളനത്തിന് തൊട്ടു മുന്നേ നടത്തുന്ന 5ാം പതിപ്പും സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചപ്പാടിലൂന്നി നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. 10 കോടിയോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ലോക കേരള സഭ ധൂർത്താണെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെയാണ് വീണ്ടും പരിപാടിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുന്നതിനിടയിലാണ് കോടികൾ ചിലവിട്ട് ലോക കേരള സഭയുടെ 5ാം പതിപ്പ് നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷമുയർത്തുന്ന വിമർശനം. കഴിഞ്ഞ വർഷം ജൂൺ 14-നാണ് ലോക കേരള സഭയുടെ 4ാം സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയതിനു ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ സംഭാവനയുടെ കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. 3811 കോടി രൂപയാണ് 2024-25 സാമ്പത്തിക വർഷം ട്രസ്റ്റുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി ലഭിച്ചത്. ഇതിൽ 3112 കോടി രൂപയും ലഭിച്ചത് BJP-ക്കാണ്. 299 കോടി രൂപ മാത്രമാണ് ഈ കാലയളവിൽ കോൺഗ്രസിന് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സംഭാവന 2024-ലാണ് സുപ്രീം കോടതി നിർത്തലാക്കിയത്. പിന്നീട് സംഭാവനകൾ ട്രസ്റ്റുകൾ വഴിയാണ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എത്തുന്നത്. ഇതിൽ 2023-24 അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ 9 രാഷ്ട്രീയ ട്രസ്റ്റുകൾ എല്ലാ പാർട്ടികൾക്കുമായി സംഭാവന നൽകിയത് 3811.37 കോടി രൂപയാണ്. അതിൽ 82% തുക ലഭിച്ചത് BJP-ക്കാണ്. 3112.5 കോടി രൂപയാണ് രാഷ്ട്രീയ ട്രസ്റ്റുകൾ BJP-ക്ക് സംഭാവന നൽകിയത്. 19 ട്രസ്റ്റുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 13 എണ്ണമാണ് കമ്മീഷന് കണക്ക് നൽകിയത്. കണക്ക് പുറത്തു വന്നിട്ടുള്ളത് 9 എണ്ണത്തിന്റെ മാത്രവും. 2023-24 സാമ്പത്തിക വർഷത്തെ 1218 കോടിയിൽ നിന്നാണ് ഒരു വർഷത്തിനിടയിൽ വലിയ വർധനവ് ഉണ്ടായത്.
പ്രുഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റ് മാത്രം BJPക്ക് നൽകിയത് 2180.71 കോടി രൂപയാണ്. ട്രസ്റ്റ് വഴി കോൺഗ്രസിന് കിട്ടിയത് 21.63 കോടി രൂപയും. പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ് നൽകിയത് 757.62 കോടി രൂപയും. ന്യൂ ഡെമോക്രാറ്റിക് ട്രസ്റ്റ് 150 കോടിയും കേന്ദ്രം ഭരിക്കുന്ന പ്രധാന പാർട്ടിക്ക് നൽകി. കോൺഗ്രസിന് രാഷ്ട്രീയ ട്രസ്റ്റുകൾ വഴി ലഭിച്ചത് 298.77 കോടി രൂപയാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവന 400 കോടി രൂപയും. പ്രുഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റിന് സംഭാവന നൽകിയത് ജിൻഡാൽ സ്റ്റീൽ, മേഘ എഞ്ചിനീയറിംഗ് കമ്പനി, അരബിന്ദോ ഫാർമ ഉൾപ്പെടെയാണ്. രാഷ്ട്രീയ ട്രസ്റ്റുകളല്ലാതെ വ്യക്തികളും കമ്പനികളും നൽകിയ സംഭാവനയിലും BJP തന്നെയാണ് മുന്നിൽ. മറ്റു പാർട്ടികൾക്ക് എല്ലാം കൂടി കോൺഗ്രസിനേക്കാൾ കൂടുതൽ സംഭാവന ലഭിച്ചിട്ടുണ്ട്. AAP, TDP, TMC എന്നിവയ്ക്കാണ് ചെറു പാർട്ടികളിൽ കൂടുതൽ സംഭാവന ലഭിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 2025 ഡിസംബർ 26 മുതൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ റെയിൽവേ. വരുമാനത്തിൽ നിന്നും 600 കോടി രൂപയുടെ നേട്ടം പ്രതീക്ഷിച്ചാണ് പുതിയ നിരക്ക് വർധന. പുതിയ ടിക്കറ്റ് ഘടന പ്രകാരം 215 കിലോമീറ്ററിനുള്ളിൽ കൂടുതലുള്ള ജനറൽ ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസയാണ് വർദ്ധിപ്പിച്ചത്. സ്ലീപ്പർ AC ക്ലാസുകൾക്ക് 2 പൈസ കൂട്ടി. പുതുക്കിയ നിരക്കുകൾ നിലവിൽ വരുന്നതോടെ നോൺ AC അല്ലെങ്കിൽ AC കോച്ചുകളിൽ 500 കിലോമീറ്റർ സഞ്ചരിക്കാൻ 10 രൂപ അധികമായി നൽകേണ്ടി വരും. അതേസമയം സബർബൻ സീസൺ ടിക്കറ്റുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. ഇടത്തരം വരുമാനമുള്ള വിഭാഗത്തിന് താങ്ങാനാകുന്ന നിരക്കാണിത്. നിലവിൽ ജീവനക്കാരുടെ ശമ്പള ഇനത്തിൽ മാത്രമുള്ള ചിലവ് 1,15,000 കോടി രൂപയായും പെൻഷൻ ചിലവ് 60,000 കോടി രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും റെയിൽവേ പറയുന്നു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിയമത്തിന് പകരമാണ് വികസിത് ഭാരത് ജി നിയമം നടപ്പിലാകുന്നത്. 125 തൊഴിൽ ദിനം ഉറപ്പു നൽകുന്നതാണ് VBG നിയമം. ഇക്കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിലാണ് ബിൽ പാർലമെന്റ് പാസാക്കിയത്. പ്രതിപക്ഷ പ്രതിഷേധം മറികടന്ന് ഇരുസഭകളിലും ശബ്ദ വോട്ടോടുകൂടിയാണ് ബിൽ പാസാക്കിയത്. ബിൽ നിയമമായതോടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം ഇല്ലാതെയായി. പുതിയ നിയമപ്രകാരം തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത്. പുൽപ്പള്ളി ദേവർഗതയിലെ കടുവാക്രമണത്തിൽ മരിച്ച ആദിവാസി വയോധികന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. ADMുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 2 ദിവസത്തിനകം കളക്ടർ വീട്ടിലെത്തി കുടുംബത്തെ കാണുമെന്ന് ഉറപ്പു നൽകി. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനാലാണ് നേരിട്ട് എത്താൻ കഴിയാത്തതെന്ന് അറിയിച്ചു. ധനസഹായം അടിയന്തരമായി വിതരണം ചെയ്യുമെന്ന് സമ്മതിച്ചതായി കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിക്കാനുള്ള ഇടപെടൽ നടത്തുമെന്നും അറിയിച്ചു. ജോലി നൽകുന്ന കാര്യം സർക്കാരിന് ശുപാർശ ചെയ്യുമെന്നും ഉറപ്പ് ലഭിച്ചു. ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പുൽപ്പള്ളിയിലെ നരഭോജി കടുവയെ പിടികൂടാൻ നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം സർക്കാർ ചെയ്യുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ. വ്യക്തികൾ നഷ്ടപരിഹാരം നൽകുന്നത് പോലെ സർക്കാരിന് നൽകാൻ കഴിയില്ല. നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ നൽകാൻ കഴിയൂ മന്ത്രി പറഞ്ഞു. നിലവിലുള്ള നിർദ്ദേശം നിരീക്ഷണം ശക്തിപ്പെടുത്തി കടുവയെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. നടപടികളുടെ ഭാഗമായി മയക്ക് വെടിവെക്കുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കടുവകളെയായാലും ആദ്യം ചെയ്യുന്നത് പിടികൂടാനാണ്. പിടികൂടി അതിനെ പരിശോധിച്ച് രോഗബന്ധങ്ങൾ ഉണ്ടോ എന്ന് നിർണ്ണയിച്ച് അതിന് ചികിത്സ കൊടുത്ത് അതിനെ കാട്ടിലേക്ക് വിടാൻ മാത്രം ആരോഗ്യമുണ്ടെങ്കിൽ കാട്ടിലേക്ക് വിടും. ഇല്ലെങ്കിൽ നമ്മൾ വ്യക്തികൾക്ക് സഹായം നൽകുന്ന പോലെ ഗവൺമെൻറ് നൽകാൻ പറ്റില്ല. നിലവിലുള്ള നിയമത്തിനും തീരുമാനങ്ങൾക്കും അനുസരിച്ച് മാത്രമേ ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ കഴിയൂ. അത് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും അറിവുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ സഹായവും. കണ്ണൂർ അയ്യങ്കുന്നിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. പ്രദേശത്തെ റബ്ബർ തോട്ടത്തിലാണ് കൊമ്പൻ നിലയുറപ്പിച്ചത്. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ഇരിയണ്ണിയിൽ ആശങ്കയുയർത്തി വീണ്ടും പുലിയിറങ്ങി. വളർത്തുനായയെ കടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞു. ഇരിയണ്ണി കുണിയേരിയിലാണ് സംഭവം. വെള്ളാട്ട് നാരായണന്റെയും ഓമനയുടെയും വീട്ടിലെ വളർത്തുനായയാണ് പുലി കടിച്ചുകൊണ്ടുപോയത്. പുലിയെ കണ്ട് നായ കുരയ്ക്കുന്നതും പിന്നീട് പുലി പിടിച്ചുകൊണ്ടുപോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സംഭവത്തെ തുടർന്ന് വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. അടുത്ത കാലത്തായി പുലി ഭീഷണിയുള്ള പ്രദേശമാണ് ഉളിയാർ പഞ്ചായത്തിലെ ഇരിയണ്ണി.
ആലപ്പുഴ ഹരിപ്പാട് പള്ളിപ്പാട് കുടിവെള്ള വിതരണത്തിനായി ഇറക്കിയിട്ട പ്ലാസ്റ്റിക് പൈപ്പുകൾക്ക് തീപിടിച്ചു. പള്ളിപ്പാട് പറയങ്കേരി വാട്ടർ ടാങ്കിന്റെ ആവശ്യത്തിനായി കൊണ്ടുവന്നതാണ് പൈപ്പുകളും അനുബന്ധ വസ്തുക്കളും. 12 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് നിർമ്മിച്ചതാണ് ഈ വാട്ടർ ടാങ്ക്. തീ പടർന്നതോടെ പ്രദേശത്ത് വലിയ തോതിൽ കറുത്ത പുകയുയർന്നു. അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. തീപിടുത്തത്തിന് കാരണം വ്യക്തമല്ല. ഇടുക്കിയിൽ അനധികൃതമായി നിർമ്മിച്ച ഗ്ലാസ് ബ്രിഡ്ജിന് സ്റ്റോപ്പ് മെമ്മോ. ഇടുക്കി ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനമാണ് ജില്ലാ ഭരണകൂടം തടഞ്ഞത്. അനുമതിയില്ലാതെ നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് കണ്ടെത്തിയതോടെയാണ് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ അനുമതിയും ഗ്ലാസ് ബ്രിഡ്ജിന് ഇല്ല. പ്രവർത്തനം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറി. നിർമ്മാണ പ്രവർത്തനം നടത്തരുതെന്ന റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ ഗ്ലാസ് ബ്രിഡ്ജ് നടത്തിപ്പുകാർ പലവട്ടം അവഗണിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസം സന്ദർശനം തുടരുന്നു. നുംപൂരിൽ 12,000 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന അമോണിയം യൂറിയ വള നിർമ്മാണ ഫാക്ടറിയുടെ നിർമ്മാണോദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. സംസ്ഥാനത്താകെ 15,600 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതായിരിക്കും അമോണിയം യൂറിയ വള നിർമ്മാണ ഫാക്ടറി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അസം മൂവ്മെന്റിന്റെ ഭാഗമായി ജീവൻ നഷ്ടമായ 260 പേരുടെ ഓർമ്മകൾ കുടികൊള്ളുന്ന സ്വാഹിദ് സ്മാരക ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി. 1979, 1985 വിദേശി വിരുദ്ധ പ്രസ്ഥാനത്തിൽ കൊല്ലപ്പെട്ടവരെ ആദരിക്കുന്നതിനായാണ് പ്രധാനമന്ത്രി സ്വാഹിദ് സ്മാരക ക്ഷേത്രത്തിലെത്തിയത്. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ 6 വർഷം നീണ്ടുനിന്ന പ്രസ്ഥാനമായ അസം പ്രക്ഷോഭത്തിലെ 860 രക്തസാക്ഷികൾക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലികൾ അർപ്പിച്ചു. അസമിലെ ജനങ്ങൾക്ക് ഇതൊരു വൈകാരിക നിമിഷമാണെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വിശേഷിപ്പിച്ചു. ലോകപ്രിയ ഗോപിനാഥ് ബർഡോളയായി വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ മോദി ഉദ്ഘാടനം ചെയ്തിരുന്നു. അസമിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ചക്കുളത്തുകാവ് 12 നോയമ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടന്നു. രാവിലെ പതിവ് പൂജകൾക്ക് പുറമെ ക്ഷേത്ര സപ്താഹ മണ്ഡപത്തിൽ 10:30 രുക്മിണി സ്വയംവരം നടന്നത്. ക്ഷേത്ര മൂല കുടുംബക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ചടങ്ങുകൾക്ക് ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി, ചക്കുളത്തമ്മ മാതൃസമിതി അംഗങ്ങൾ, മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത് എന്നിവർ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. സമാപന ദിവസമായ ഡിസംബർ 27 കാവടി കരകാട്ടവും ചക്കരക്കുളത്തിൽ ആറാട്ടും തൃക്കൊടിയിറക്കവും തുടർന്ന് മഞ്ഞ നീരാട്ടും നടക്കും. ശബരിമലയിൽ ഈ വർഷത്തെ മണ്ഡലപൂജ ഡിസംബർ 27 രാവിലെ 10:10 11:30 ഇടയിലെ മുഹൂർത്തത്തിൽ നടക്കും. പൂജയോടനുബന്ധിച്ചുള്ള ദീപാരാധന 11:30 പൂർത്തിയാകും. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര 23 രാവിലെ 7 ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. തങ്കയങ്കി ഡിസംബർ 26 വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി 6:30 ദീപാരാധന നടക്കും. 27 ഉച്ചയ്ക്ക് തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജയും നടക്കും. തുടർന്ന് 27 രാത്രി 11 ഹരിവരാസനം പാടി നടയടയ്ക്കും. മകരവിളക്കുത്സവത്തിനായി 30 വൈകിട്ട് 5 നട വീണ്ടും തുറക്കും. ശബരിമലയിൽ കാട്ടാന ഇറങ്ങി. ശരംകുത്തിക്ക് സമീപം യു-ടേൺ ഭാഗത്താണ് ആന ഇറങ്ങിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ആനയെ തുരത്തി. ശബരിമലയിൽ ദീപാരാധനയുടെ സമയമാണ് തത്സമയം.
ഇനി കായിക വാർത്തകൾ നോക്കാം. അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം പാകിസ്ഥാന്. ഫൈനലിൽ ഇന്ത്യയെ 191 റൺസിന് തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ ചാമ്പ്യന്മാരായത്. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ പാകിസ്ഥാൻ 8 വിക്കറ്റ് നഷ്ടത്തിൽ 347 റൺസാണ് നേടിയത്. 113 പന്തിൽ 172 റൺസ് നേടിയ സമീർ മിൻഹാസാണ് പാകിസ്ഥാനെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 26 പോയിന്റ് 2 ഓവറിൽ 156 റൺസിന് എല്ലാവരും പുറത്തായി. 16 പന്തിൽ 36 റൺസ് നേടിയ ദീപേഷ് ദേവേന്ദ്രനാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. പാകിസ്ഥാന്റെ 2ാം കിരീടമാണ് ഇത്. ആഷസ് പരമ്പരയിലെ 3ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ 82 റൺസിന് തകർത്ത് കിരീടം നിലനിർത്തി ഓസ്ട്രേലിയ. ഓസീസ് ഉയർത്തിയ 435 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇംഗ്ലണ്ട് 6 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസ് എന്ന നിലയിലാണ് അവസാന ദിവസം ക്രീസിലെത്തിയത്. എന്നാൽ ജാമി സ്മിത്തിന്റെയും വിൽ ജാക്സിന്റെയും ബ്രേഡൻ കാർസിന്റെയും ചെറുത്തുനിൽപ്പ് ഇംഗ്ലണ്ടിന് വിജയപ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ 3 വിക്കറ്റ് വീതം നേടിയ നായകൻ പാറ്റ് കമ്മിൻസും മിച്ചൽ സ്റ്റാർക്കും നദാൽ ലിയോണും ചേർന്ന് ഇംഗ്ലണ്ടിനെ തകർക്കുകയായിരുന്നു. ആദ്യ 2 ടെസ്റ്റിലും 8 വിക്കറ്റിന്റെ ജയമായിരുന്നു ഓസീസ് സ്വന്തമാക്കിയത്.